എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ ആസ്ട്രേലിയയിൽ സിനിമ ചിത്രീകരിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും ഇറക്കിയ റിലീസായ ഒരു പടം ഇല്ല. ഫസ്റ്റ് ആണ്. അപ്പൊ അതിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയും. അതില് ഓഷോ പറഞ്ഞല്ലോ, നിങ്ങൾ മുട്ടുന്നത് വാതിലും വേണമെന്ന് അറിഞ്ഞിട്ട് മുട്ടണം, അതല്ലെങ്കിൽ അവിടെ ഇവിടെ ഒന്നും മുട്ടിയിട്ട് കാര്യമില്ലല്ലോ. എവിടെ മുട്ടണം നമ്മൾ തീരുമാനിക്കണം. മുട്ടും നമ്മള് ചിലപ്പോ ഈ വാതിലിന്റെ ഇതിന്റെ ഒക്കെ ഷേപ്പ് ഒരേപോലെ ആയിരിക്കാം. നമ്മൾ മുട്ടിയിട്ട് ഈ വാതിൽ വരുമ്പോഴേക്കും മടുത്തിട്ട് പോകുന്നവരുണ്ട്. അപ്പൊ ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോ ആ സൗഹൃദം നിലനിർത്താൻ ശ്രമിക്കും. ചില വിത്തുകൾ പാറപ്പുറത്ത് വീഴും, ചിലത് മണ്ണിൽ വീഴും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഈ കോവിഡ് കാലത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ് ഒരു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു പരിപാടി, അറിയാലോ. ഈ ക്ലബ് ഹൗസിൽ ഒരു ഗ്രൂപ്പിൽ ഞാൻ സജീവമായിട്ട് നിലനിന്നപ്പോ അതിലൊരു സുഹൃത്ത്, ഓസ്ട്രേലിയയിലുള്ള അനസ് എന്ന് പറയുന്ന ഒരു മലയാളി എന്നോട് ചോദിച്ചു, ഋഷിക, നിങ്ങള് ഓസ്ട്രേലിയയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റിയ കഥ ഉണ്ടോ ചോദിച്ചു. ഞാൻ ചന്ദ്രൻ എന്നൊരു പ്രൊഡ്യൂസർ വന്നിട്ട് ചന്ദ്രനിൽ ചെയ്യാൻ പറ്റിയ കഥ ഉണ്ടോ ചോദിച്ചാൽ ഓക്കെ എന്ന് പറയുന്ന ആളാണ്. ലോകത്തിലിപ്പോ ചൊവ്വയിൽ പോയി സിനിമ ചെയ്യേണ്ടി വന്നാലോ അതിനുള്ള കഥ എടുത്തിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ആക്കും. അങ്ങനെ ഓസ്ട്രേലിയയിൽ ചെയ്യാനൊരു കഥ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും, അവിടുത്തെ പരിമിതി വെച്ചുകൊണ്ട്. ഓക്കെ, അങ്ങനെ അതങ്ങോട്ട് സംഭവിക്കുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മെൽബൺ, ഈ ഓസ്ട്രേലിയ ഒക്കെ കാണുകയാണ്. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി എന്റെ കഥ പൊളിക്കണം. കാരണം എന്റെ കഥയിൽ ഗതികെട്ട ഒരു മനുഷ്യന്റെ കഥയാണ്. ഓസ്ട്രേലിയയിൽ ഗതികേടില്ല, റിച്ച്. അതായത് ഒരു നാടകം ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിട്ട് മറ്റുള്ളവരോട് ചോദിക്കുന്ന ഒരു നായകനാ. ഇയാൾക്ക് തന്നെ അത്യാവശ്യം അവിടെ വരും, അറിയാലോ. അവിടെ മണിക്കൂറിന് കിട്ടുന്ന പൈസ നോക്കുമ്പോ ഗതികേട് മൊത്തം അങ്ങ് മാറ്റി. മനസ്സിലായ? എന്നിട്ട് ഞാൻ ഗോവിന്ദ് പത്മസൂര്യ, നവാസ് വള്ളിക്കുന്ന്, ഗോകുലൻ തുടങ്ങിയവരൊക്കെ വിളിച്ചുകൊണ്ടുപോയി. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ക്യാമറമാൻമാരെ വിളിക്കാൻ പറ്റിയില്ല, അണ്ണാച്ചിനെ വിളിക്കേണ്ടി വന്നു. കാരണം ഈ വിസ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ട്. അങ്ങനെയാണ് പൂർണ്ണമായിട്ടും ഓസ്ട്രേലിയയിൽ മെൽബണിൽ ചിത്രീകരിച്ച സിനിമ വന്നത്. അത് ആ മെൽബൺ ഫിലിം ഫെസ്റ്റിവലിൽ തെരഞ്ഞെടുക്കപ്പെടുകയും രണ്ടാമത് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ ആദ്യം പോകുന്നത് ടെൻഷൻ അടിച്ചിട്ടാണ്, കാരണം ഒരു ഉത്തരവാദിത്വം. രണ്ടാമത് വളരെ ഫ്രീ ആയിട്ട് അവിടുത്തെ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനും പോകാൻ ഭാഗ്യമുണ്ടായി. അത് നല്ല കാര്യമാണ്. അത് ഈ 2 സിനിമയും മനോരമ മാക്സിലുണ്ട്. ഒരു സംവിധായകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പരിപാടിയാണ് ഒരു സിനിമ ചെയ്തത് പുറത്തിറങ്ങുക എന്നുള്ള, തിയേറ്ററിൽ വരിക. രണ്ടാമത്തെ പരിപാടിയാണ് OTT-ൽ വരിക. ഈ 2 കാര്യം വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് ചാനലിൽ വരിക. 3 കാര്യം വന്നു. ഫ്ലവേഴ്സ് ടിവിയിൽ ഇടയ്ക്കിടയ്ക്ക് സിനിമകളൊക്കെ കാണിക്കും. അപ്പൊ ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിലവിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടന്റെ ഷിനിഗാമി ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ വായിച്ചു. ഈ കുട്ടന്റെ ഷിനിഗാമി കണ്ട് മമ്മൂക്ക വിളിച്ചു, അഭിനന്ദനം അറിയിച്ചു, പേര് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത്. പേരിഷ്ടം, മമ്മൂക്ക എന്ന് പറയുന്നത് വല്ലാത്ത ജിന്നല്ലേ, ലെജൻഡ് അല്ലേ. അപ്പോ അദ്ദേഹം ചെറിയവരെയും വലിയവരെയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കാം. നമുക്കിത് അറിയില്ലല്ലോ, എന്തോ അങ്ങനെ വെറുതെ PR വർക്കാണോ എന്ന് നമുക്കറിയില്ല. നോക്കിയപ്പോ ജാഫർ ഇടുക്കിയാണ്, അല്ല പ്രൊഡ്യൂസറാണ്, അഷറഫ് ഇലാക്കലാണ് വിളിച്ചു പറഞ്ഞത് മമ്മൂക്കാക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു ഇത്രയും. അങ്ങനെ ഉണ്ടായോ? ജാഫർ ഇടുക്കി വിളിച്ചു പറഞ്ഞു, പറകിലെ എന്നെ വിളിച്ച് അദ്ദേഹം അഭിനന്ദനം പറഞ്ഞു, തന്നെ കാണാൻ കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോ ഇന്ദ്രൻസും വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിന് വിളിച്ചു. ഇന്ദ്രൻസ് ചേട്ടൻ ഇതുവരെ വാട്സപ്പ് ഒന്നും ഉപയോഗിക്കാത്ത ആളാ. ആ വാട്സപ്പ് ഉപയോഗിക്കാൻ കാരണം ഈ സിനിമയാണ്. മമ്മൂക്ക വിളിച്ചിട്ട് വാട്സപ്പ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചു. ഇല്ല, ഇപ്പൊ വാട്സപ്പ് ഉപയോഗിക്കണ്ട. അദ്ദേഹത്തിനോട് പറഞ്ഞു വാട്സപ്പ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ആ വാട്സപ്പ് ശരിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കക്ഷിയാണ് അത്ര അത് കണക്ട് ചെയ്ത് കൊടുത്തത്. ഇപ്പൊ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഇന്ദ്രൻ ചേട്ടനും പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മളായിട്ട് അങ്ങനെ ഞാൻ മറ്റൊരു സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പൊ ദുബൈയിൽ ഒരു സിനിമ ചിത്രീകരിക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ദ്രൻ ചേട്ടനെ കാണാൻ പോയതാ. അപ്പോ മമ്മൂക്കയുണ്ട്, മോഹൻലാലും ഉണ്ട്, മറ്റേ കുഞ്ചാക്ക ബോബനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്. ഇവരൊക്കെ അഭിനയിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ചെന്നത്. ചെന്നിടുമ്പോ ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞു ഭയോ ഒന്നും പറഞ്ഞിട്ട് എന്നെയും കൂടെയുള്ള 2-3 സുഹൃത്തുക്കളെയും അകത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് ഒരു ഭാഗം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഷൂട്ട് ചെയ്യണ തുടങ്ങുന്നതിന് മുമ്പ് ഈ മൂലയിൽ നിൽക്കുന്ന ഞങ്ങളങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ ഒരു തവണ നോക്കിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എല്ലാവരും അറിയുന്നല്ലേ, ഇവിടെ ആരാണ് നിൽക്കുന്നത്. ഞങ്ങൾ മെല്ലെ അങ്ങ് പുറത്തു പോയി. ആ സീൻ കഴിഞ്ഞിട്ട് അതിന്റെ കൺട്രോളർ വിളിച്ചു പറയാം, ആരാണ് റഷീദ് പറയില്, താങ്കൾ മാത്രം അകത്തേക്ക് പോവാ, മമ്മൂക്ക വിളിക്കേണ്ടത്. അപ്പൊ കൂടെ ഷാഫി എപ്പിക്കാട് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഉണ്ട്, അവനെ ഞാൻ കൂടെ കൂട്ടി. അല്ല, അദ്ദേഹത്തിനും കാണണമെന്നുണ്ടാവും. കൂടെ കൂട്ടി അവിടെ ചെന്നപ്പോ കക്ഷി ഇങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചു, താനാണോ അതൊക്കെ ചെയ്തത്?
നന്നായിട്ടുണ്ട്. ആ പേര് ശരിയായില്ല. ശരി, സംഭവിച്ചു പോയി, വേറെ എന്തൊക്കെ ചെയ്യുന്നില്ല, അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. അപ്പൊ ഞാനൊരു ഫോട്ടോ എടുക്കാൻ, അപ്പൊ ഈ വസ്ത്രം ഇട്ടത് കൊണ്ട് ആ യൂണിറ്റിന്റെ ആ സിനിമയുടെ ആയതുകൊണ്ട്, കോസ്റ്റ്യൂം ആയതുകൊണ്ട് പറ്റില്ല എന്ന് എനിക്കും അറിയാം. കക്ഷി പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്വകാര്യ നമ്പർ തന്നു, വിളിച്ചോളൂ. ഭാവിയിൽ മമ്മൂക്കയെ വെച്ചൊരു സിനിമ പ്രതീക്ഷിക്കാം. പിന്നെ ശ്രമിക്കില്ലേ നമ്മൾ? ഉറപ്പായിട്ട് ഇത് കിട്ടിയാൽ മതി ഉടനെ തന്നെ. അത് നമ്മളെന്താണെന്നറിയോ, നമ്മള് ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കില്ല. പക്ഷെ അദ്ദേഹത്തോട് ഒരു കഥ പറയാൻ പോകുമ്പോ ഒറ്റ പറയാൻ പറ്റുള്ളൂ ചിലപ്പോ. അപ്പൊ അത് നന്നായി ചെയ്യണ്ടേ, അതിന് വേണ്ടിട്ട് ഞാൻ അണിയറയിൽ പണി. അല്ല, അതിപ്പോ പറഞ്ഞല്ലോ ചന്ദ്രനിൽ ചിത്രീകരിക്കേണ്ടി വന്നുള്ള കഥകളുണ്ടല്ലോ, പിന്നെ മമ്മൂക്കയ്ക്ക് വേണ്ടി കഥ ശ്രമിക്കും. കാരണം അദ്ദേഹം ഇതുവരെ ചെയ്യാത്തൊരു സിനിമയായിരിക്കും. അതെ, തീർച്ചയായും ഇതുവരെ ചെയ്യാത്ത വേഷമായിരിക്കും. അതിലൊരു പുതുമ തോന്നണം. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും, ഉറപ്പായിട്ടും ശ്രമിക്കണം. ഈ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു സാധനം, ഒരു മുത്തശ്ശനും കുട്ടിയും കൂടി ഒരു കുന്ന് കയറാൻ പോയി. അപ്പോ കുന്നിങ്ങനെ കയറുമ്പോ കുട്ടി ചിരിച്ചിട്ട് ചോദിച്ചു, മുത്തശ്ശൻ അതിന്റെ മുകളിലേക്ക് എത്തുമെന്ന്. മുത്തശ്ശൻ പറഞ്ഞു, എന്റെ മനസ്സ് ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട്, ശരീരമല്ലേ പതുക്കെ എത്തിക്കോളുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് മനസ്സിനെ കൊളുത്തിയത്. ഓൾറെഡി മമ്മൂക്കയിൽ കൊളുത്തി കഴിഞ്ഞു, ഇനി അവിടെ എത്തിക്കോളുന്നേ. അതെ, ശ്രമിച്ചാ നടക്കാത്ത എന്താ, ആഗ്രഹവും നമ്മളെ ഈ ആകാശത്തോളം മോഹിച്ചോളം കുന്നോളം കിട്ടുന്നല്ലോ പറഞ്ഞേക്കണം. നമ്മൾ ആകാശത്തിന് അപ്പുറത്തേക്ക് മോഹിക്കാൻ നമ്മള് അനാവശ്യമായിട്ടല്ല, നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ജാക്കി ജാൻ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഒറ്റയടിക്ക് അങ്ങോട്ട് ഇഷ്ടികകൾ പൊളിച്ചു, ആൾക്കാരൊക്കെ കൈയടിച്ചു. അടുത്ത കട്ട് ഇയാൾ അകത്ത് പോയിട്ട് ഇങ്ങനെ വേദനിച്ചിട്ട് കൈ തിരുമ്പുന്ന സീനാ. അത് പ്രേക്ഷകർ കാണേണ്ട ആവശ്യമൊന്നുമില്ല, പണിയെടുക്കണം എന്നേ. ഉറപ്പായിട്ടും പണിയെടുക്കുന്ന കാര്യത്തില് റഷീദ് കട ഒരു അതിപ്പോ താങ്കൾ മോശമൊന്നുമല്ലല്ലോ. അല്ലല്ല, അല്ല, ഗിന്നസിലെ അവാർഡ് ബുക്കിന് മേടിക്കാന്നൊക്കെ പറയുന്നത് നിങ്ങൾ സുപ്രഭാതത്തിൽ അവര് വന്ന് വിളിച്ചുകൊണ്ട് വന്നല്ലോ. രതീഷ്, നിങ്ങൾ ശ്രമിക്കുന്നു, നിങ്ങൾ ഓരോ വേദിയിൽ കയറും തോറും അതിനെ കൂടുതൽ മിനുക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിങ്ങനെ നിരന്തരം ശ്രമിക്കുക, നമ്മള് ആക്റ്റീവ് ആയിരിക്കുക. നമ്മള് ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അത് പലരും നഷ്ടപ്പെട്ടു പോകുന്നത് അവര് ആക്റ്റീവ് അല്ലാന്നും പുതിയ കാലഘട്ടത്തിനോടൊപ്പം നടക്കാത്തതുകൊണ്ടാണ്. നമ്മൾ കുട്ടികളോട് അഭിപ്രായം ചോദിക്കണം, നമ്മുടെ മക്കളോടൊക്കെ. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഇപ്പോ ഞാൻ കൂടുതൽ പറയില്ല, നമുക്കിപ്പോ ഡീറ്റെയിൽ ആയിട്ട് വലിയൊരു സിനിമ അതിന്റെ ലെങ്ത് നോക്കിയിട്ടൊക്കെ അടിച്ചു മാറ്റിയിട്ടാണ് ഈ ഫോർവേഡ് സംഭവങ്ങളൊക്കെ വരുന്നതും. കയ്യിൽ മൊബൈല് റിമോട്ട് വന്നതിന്റെ കാരണം എന്താ, ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ റീൽസുകളെ ആൾക്കാർ കാണുന്നുള്ളൂ. ഇപ്പൊ ഒരു പുസ്തകം കണ്ടാൽ അവര് ആദ്യത്തെ ഒരു 3-4 പേജ് ഇഷ്ടപ്പെട്ടാലേ ബാക്കി വായിക്കുള്ളൂ. അപ്പൊ എന്തിനും അവരെ പിടിച്ചിരുത്താവുന്ന കണ്ടന്റുകൾ എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് സിനിമകളൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ എൻ്റെ സിനിമകളെ കാണുന്നത് ഓരോ സീനും ഓരോ ഷോർട്ട് ഫിലിമായിട്ടാണ്. ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞതാ, അതിന്റെ ആദ്യാവസാനം വരെ. അല്ല, ഷോർട്ട് ഫിലിം എന്നാണ് വലിയ വലിയ സിനിമകളുണ്ട്. ഇപ്പൊ RS വരെ എന്ന് നിന്റെ മോചനം എടുത്തത് ഒരു ചെറിയ ഷോർട്ട് ഫിലിം എന്നാണ്, പിന്നീടാണ് ഒരു വലിയ സിനിമയായി മാറിയത്. ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് അല്ല, ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റിന്റെ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് തന്നെ പോലീസ് പിടിച്ചാണ്, അറിയാലോ. ആ കഥ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. അത് പലർക്കും അറിയുന്നതാണ്. അല്ല, അത് പ്രേക്ഷകർ വേണ്ടിയിട്ട് ചിലപ്പോ അറിയാം. ഞാന് ന്യൂ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം ചെയ്തു. അതിന്റെ പ്രത്യേകത CCTV ക്യാമറയുടെ ആംഗിളിലാണ് അത് ചെയ്തത്. ഒറ്റ ഷോട്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി വെച്ചു. അതിലൊരു ബൈക്കുകാരൻ ബൈക്ക് ഉന്തി വരുന്നു, ബൈക്ക് കംപ്ലൈന്റ് ആണ്, അയാൾ കുനിഞ്ഞു നിന്നിട്ട് എന്തോ റിപ്പയർ ചെയ്യുന്ന നേരത്ത് അയാളുടെ ബാക്ക് സൈഡിലെ പേഴ്സ് തുറച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ അതിലെ വരുന്നൊരു കള്ളൻ ആ പേഴ്സ് അങ്ങ് മോഷ്ടിച്ചിട്ട് അയാൾ തിരിഞ്ഞു നോക്കിയപ്പോ CCTV ക്യാമറയുടെ മുന്നിലാന്ന് മനസ്സിലായി. അയാള് ആ പേഴ്സ് തിരിച്ചു കൊടുത്ത് കൈ കൂപ്പിയിട്ട് കടന്നു പോവുകയാണ്. ഷോർട്ട് ഫിലിം പലരും കണ്ടിട്ടുണ്ടാവും, ഭയങ്കര വൈറലായിരുന്നു. അത് അഭിനയിച്ച കള്ളൻ ഞാനായിരുന്നു. പക്ഷെ അതിന്റെ എൻഡ് ഭാഗം, എൻ്റെ പേരും സംഭവങ്ങളും കട്ട് ചെയ്തിട്ട് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്തു. അങ്ങനെ ചാനൽ മുഴുവൻ മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും തമിഴിലും വേണ്ട, ജപ്പാൻ TVയിലടക്കം അവര് അനുവാദം ചോദിച്ചിട്ട് ഇത് പ്രക്ഷേപണം ചെയ്യണ്ടായി. ഈ ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആദ്യം കൊടുത്ത ചാനലുകാർ ക്ഷമ പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നിട്ട് എൻ്റെ അഭിമുഖം എടുത്തിട്ട് വീണ്ടും കൊടുത്തു. അപ്പോ നമ്മൾ പൊതുവെ ഈ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും യഥാർത്ഥമാണോ അല്ലേന്ന് അറിയാതെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കില്ലേ. അതാണ് ഇപ്പൊ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ അടിയിൽ കമന്റ്, അവനെ തല്ലിക്കൊല്ലണം, അവൻ ആരാന്നറിയോ, അവനെ പിടിച്ച് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വായിച്ച് ചിരിച്ചു തോറ്റു ഞാൻ. കാരണം അത് അഭിനയിച്ച് ഞാനായതുകൊണ്ടും എൻ്റെ ഷോർട്ട് ഫിലിം ഓൾറെഡി യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടും തെളിവുള്ളത് കൊണ്ടും ഞാൻ പിടിച്ചു. അല്ലെങ്കിൽ എനിക്കും ഇതേപോലെ മറ്റേ
ആ പെൺകുട്ടി ആ കാരണം പോലെ നമുക്കും ടെൻഷൻ അടിക്കാനോ Tension അടിക്കുക. ആത്മഹത്യ ചെയ്യാനോ പറ്റിയൊരു സന്ദർഭം ഉണ്ടാക്കി തന്നാണ്. കാരണം തൊട്ട് മുന്നിൽ ട്രെയിൻ യാത്രയിലൊക്കെ തൊട്ട് മുന്നിലിരിക്കുന്ന ആൾക്കാർ മൊബൈൽ നോക്കിയിട്ട് എന്നെ നോക്കി എന്റെ വിചാരം ഇതാ കള്ളൻ ആ കൊണ്ടാ. കള്ളനാന്ന് വിചാരിച്ച് എന്നെ പിടിക്കുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച്. റഷീഖ, നമ്മളിപ്പോ നേരത്തെ ആ ഒരു CCTVയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അതായത് ചില സൃഷ്ടികള് ലോകത്തുണ്ടാവുമ്പോ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഭയക്കേണ്ടി വരും. ഇപ്പൊ ഈ ആധുനിക കാലത്ത് ഈ കലയും സിനിമയും ഒക്കെ ഭയങ്കര ഈ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഒരു പേരിടണ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ പ്രശ്നം. അപ്പൊ ഭാവിയിൽ വലിയ വലിയ സിനിമകൾ ചെയ്യാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അപ്പോ ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മൊത്തത്തില് ഉദ്ദേശം മനസ്സിലായില്ല. നമ്മുടെ ഇന്ത്യൻ സാഹചര്യമാണ്. ഇന്ത്യൻ സാഹചര്യം, ഇന്ത്യയാണല്ലോ, നമ്മൾ കേരളത്തിലാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണല്ലോ താമസിക്കുന്നത്. അല്ല, സാഹചര്യങ്ങള് സ്വാഭാവികമായിട്ടും മാറി മാറി വരും. അത് രാഷ്ട്രീയപരമായിട്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ട് വരും. എങ്കിലും നമുക്ക് പറയാനുള്ളത് പറഞ്ഞു നോക്കുക എന്നുള്ളതാണ്. അതിപ്പോ പ്രത്യക്ഷമായിട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വേദനിപ്പിക്കാത്ത രീതിയിൽ പരമാവധി അതിന് ശ്രമിക്കുക. ചിലപ്പോൾ ചില കഥാപാത്രങ്ങളുടെ പേരിടുന്നതിൽ വരെ ഇപ്പൊ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇപ്പൊ ഞാൻ കുറച്ചു കാലം മുന്നേ വരെ ഒരു സിനിമയുടെ കഥ എഴുതുമ്പോൾ ഒരു മുസ്ലിം പേര് നായകനാവാൻ ഞാൻ തന്നെ എങ്ങനെ എഴുതുമ്പോൾ അത് വേണോ എന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടം വന്നു. അതായത് ഒരു നായകസ്ഥാനത്തേക്ക് അല്ലാതെ ഉപകഥാപാത്രങ്ങളായിട്ട് ആ പേരുകൾ മാറിപ്പോകുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. അത് കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ കുറച്ചു കാലങ്ങളായിട്ട്, പണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു ആചാരൊക്കെയാണ് ഒരു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ഒരു കണ്ടന്റ് പറയുന്ന ഒരു ഘട്ടം വന്നിരുന്നത്. ബാലൻ കെ നായരൊക്കെ ഹാജിരായിട്ടുള്ള സമയത്ത് അദ്ദേഹം അത് നേരെ മറിച്ച് അത് കഴിഞ്ഞപ്പോ പിന്നെ വില്ലനായിട്ട് പരിണമിച്ചു. ഒരു മുസ്ലിം കഥാപാത്രം പ്രധാന വില്ലനായിട്ട് മാറുന്ന ഒരവസ്ഥകൾ ഉണ്ടായി.